വെൽക്കം ടു മൈൽസ്റ്റോൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2017 തിരുവനന്തപുരം ജില്ലയിൽ നടന്ന ലാസ്റ്റ് ഗ്രേഡ് എക്സാമിന്റെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിനു മുന്നേ കുറെ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. LGSന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ അറിയാം, മാത്സ് ഒക്കെ വളരെ സിമ്പിൾ ആണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓരോ ടോപ്പിക്കിന്റെയും ബേസിക് കാര്യങ്ങൾ മാത്രമാണ് ചോദിക്കുന്നത്. അപ്പൊ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലാസ്റ്റ് ഗ്രേഡ് എക്സാം എഴുതാൻ പറ്റുന്നവർക്ക് ഒരു ഗോൾഡൻ ചാൻസ് ആണ്. മാക്സിമം പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് എക്സാം എഴുതുക, എന്തായാലും നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. അപ്പോൾ ബേസിക് മാത്സ് ഉണ്ടെങ്കിൽ തന്നെ മാത്സിന്റെ ഫുൾ മാർക്ക് ഷുവർ ആണ്. ഇപ്പൊ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് അതിന്റെ ബാക്കി GK ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് നോക്കാം. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 841 പ്ലസ് 673 മൈനസ് 529. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം, നമ്മൾ 2ലോ 3ലോ ഒക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അല്ലെ. 2 നമ്പേഴ്സ് ആഡ് ചെയ്യാം, അതിൽ നിന്നും ഒരു നമ്പർ മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഒറ്റ സ്റ്റെപ്പ് തന്നെ ചെയ്യാം. 1ഉം 3ഉം 4, 4ന് 9 പോകില്ല, അപ്പൊ 14ന് 9 പോയാൽ 5. ബാക്കിയുള്ളത് 7ഉം 4ഉം 11, പക്ഷെ ഒന്ന് നേരത്തെ കടെടുത്തത് കൊണ്ട് 10 ഉണ്ടാവുള്ളൂ. 10ന് 2 പോയാൽ 8, 8ഉം 6ഉം 14, 14ന് 5 പോയാൽ 9. ഒറ്റ സ്റ്റെപ്പ് തന്നെ നമുക്ക് സൈഡിൽ എഴുതാതെ തന്നെ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ 841 673 കൂട്ടി അതിൽ നിന്ന് ആൻസർ കിട്ടുന്നതിൽ വീണ്ടും മൈനസ് ചെയ്ത് ആ എഴുതുന്ന സമയം കൊണ്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇതുപോലെ ചെയ്താൽ തെറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സാധാ പോലെ 2 നമ്പർ കൂട്ടിയിട്ട് അതിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് തന്നെ ചെയ്യാം. വളരെ സിമ്പിൾ ആണ്. അപ്പോൾ ഇതൊന്നും അശ്രദ്ധ കൊണ്ട് ചിലപ്പോൾ തെറ്റിപ്പോകും. നമ്പേഴ്സ് ഇതൊക്കെ ഈസി ആണെന്ന് വിചാരിച്ച് പെട്ടെന്ന് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ മാർക്ക് നമുക്ക് നഷ്ടമാവും. അടുത്തത് 2 ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. 2 ക്വസ്റ്റ്യനും ഓരോ സെക്കൻഡ് കൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. 100ന്റെ വർഗ്ഗമൂലം എത്ര? 100ന്റെ വർഗ്ഗമൂലം എത്രയാണ്? വർഗ്ഗമൂലം എന്ന് പറഞ്ഞാൽ എന്താ? സ്ക്വയർ റൂട്ട്. 100ന്റെ സ്ക്വയർ റൂട്ട് എത്ര? റൂട്ട് 100 എന്ന് പറഞ്ഞാല് 10. ബി ആണ് ആൻസർ. ഇനി വർഗ്ഗമൂലം എന്ന് പറയുമ്പോൾ സ്ക്വയർ ആണോ സ്ക്വയർ റൂട്ട് ആണോ ചിലവർക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോഴാണ് മാറിപ്പോവുക. സ്ക്വയർ കണ്ടാൽ ആൻസർ തെറ്റും. വർഗ്ഗമൂലം എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ആണ്. അത് എത്രയാണ്? 10 ആണ്. അടുത്തത് 1/2ന്റെ 1/2 ഭാഗം എത്ര? അതായത് 1/2ന്റെ 1/2 ഭാഗം എന്ന് പറഞ്ഞാൽ പകുതി എത്ര? 1/2 എന്ന് പറഞ്ഞാൽ അര. അരയുടെ പകുതി എത്രയാണ്? 1/4. 1/4നെ നമ്മൾ എങ്ങനെ എഴുതുക? 1/4. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാൻ മതി. 1/2ന്റെ 1/2 ഭാഗം. 1/2ന്റെ 1/2 എത്രയാണ്? 1/4. ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. ഇതൊക്കെ എന്ത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കേണ്ട. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അതുപോലെ ചെയ്യുന്നതാണ്. അത്രയും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ LGS എക്സാമിന് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, 5, 10, 12 എന്നീ സംഖ്യകളുടെ ലസാഗു എത്ര? ലസാഗു എന്ന് പറഞ്ഞാൽ എന്താ? LCM കണ്ടുപിടിക്കുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. LCM കാണാൻ അറിയാത്തവര് ആ വീഡിയോ നോക്കി ചെയ്യാം. നമുക്കിപ്പോ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാം. 5, 10, 12 എന്നീ സംഖ്യകളുടെ ലസാഗു, അതായത് ഈ 3 സംഖ്യകളും ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? അതല്ലേ ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് നോക്കാം. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഏറ്റവും ചെറിയ സംഖ്യ ഇതിൽ ഏതാ? 10 ആണ്. 10നെ 5, 10, 12 ഈ നമ്പേഴ്സ് വെച്ച് ഹരിക്കാൻ പറ്റുമോ? എല്ലാ നമ്പേഴ്സ് വെച്ചും ഇല്ല. 12 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അപ്പോ ഇതല്ല ആൻസർ. അടുത്തത് 10 കഴിഞ്ഞ അടുത്ത ചെറിയ സംഖ്യ ഏതാ? 60. 60നെ 5 വെച്ച് ഹരിക്കാൻ പറ്റും. 60/10 6 ആണ്, ഹരിക്കാൻ പറ്റും. 60നെ 12 വെച്ചും ഹരിക്കാൻ പറ്റും. 60/12 എത്രയാണ്? 5 ആണ്. അപ്പൊ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന് നമുക്ക് കിട്ടി? 60 ആണെന്ന് കിട്ടി. ഓപ്ഷൻസ് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ചെറിയ സംഖ്യ ലസാഗു ആണ് ചോദിച്ചത്. അപ്പൊ ഏറ്റവും ചെറുത് നോക്കുക, അതെല്ലാം മനസ്സിലാവും. അല്ലെങ്കിൽ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. 10 എന്തായാലും അല്ല, 3 നമ്പേഴ്സ് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ 60 ആണ്. എന്നീ LCM കണ്ടുപിടിച്ചിട്ട് ചെയ്യണം എന്നുള്ളവർ ആ വീഡിയോ നോക്കിയാൽ മതി. അടുത്തത് 12, 20, 24 എന്നീ സംഖ്യകളുടെ ഉസാഗ എത്ര? HCF എത്ര? അതിന്റെ വീഡിയോ നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഏറ്റവും വലിയ സംഖ്യയാണ് ചോദിക്കുന്നത് അല്ലെ, ഹയസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. 20, 12, 20, 24. അപ്പൊ ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാ? 24. 24 വെച്ചിട്ട് 24നെ ഹരിക്കാം, 12നെ ഹരിക്കാം, 20നെ ഹരിക്കാൻ പറ്റില്ല. ഒരു പൂർണ്ണസംഖ്യ ഉത്തരമായിട്ട് കിട്ടില്ല. അപ്പോ 24 അല്ല. അടുത്ത വലിയ സംഖ്യ ഏതാ? 12. 12നെ 12 കൊണ്ട് ഹരിക്കാം. 20നെ കറക്റ്റ് ആയിട്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോ 12ഉം അല്ല. അടുത്തത് 4. 12നെ 4 കൊണ്ട് ഹരിക്കാം, 3 ആൻസർ കിട്ടും. 20നെ 4 കൊണ്ട് ഹരിക്കാം, 5 ആൻസർ കിട്ടും. 24നെ 4 കൊണ്ട് ഹരിക്കാം, 6 ആൻസർ കിട്ടും. അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ്?
4 ഉത്തരം. ഓക്കെ ആണല്ലോ? ഇങ്ങനെ ഓപ്ഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ടെന്നുള്ളവര് ആ പെർട്ടിക്കുലർ വീഡിയോസ് എടുത്ത് കണ്ടാൽ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കും. അടുത്ത ചോദ്യം 2/3 മൈനസ് 1/2 പ്ലസ് 5/6 സമം ഡാഷ്. ആദ്യം രണ്ട് ഭിന്നസംഖ്യകൾ കുറക്കുക, അതിനോട് ഒരു ഭിന്നസംഖ്യ കൂട്ടുക. 2/3 മൈനസ് 1/2 എങ്ങനെയാണ് ചെയ്യുന്നത്? താഴെ 3, 2, 6 അങ്ങനെയാണ് ഉള്ളത്. താഴെ ഒരേ നമ്പർ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? താഴെ ഒരേ നമ്പർ ആക്കി മാറ്റാം. LCM മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഭിന്നസംഖ്യകളെ അഡീഷൻ സബ്ട്രാക്ഷൻ ഒക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ താഴെ ഏറ്റവും വലിയ നമ്പർ ഏതാ? 6 ആണ്. അപ്പൊ ഇതിനെയൊക്കെ 6ലേക്ക് നമുക്ക് മാറ്റാം. എങ്ങനെയാണ് മാറ്റുന്നത്? ഈ 3നെ 6ലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഗുണിക്കണം അല്ലെ? അപ്പൊ ഇവിടെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ മുകളിൽ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഗുണിക്കണം. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 2, 2, 4 by 3, 2, 6. അതിനെ മാറ്റി എഴുതിയല്ലോ. ഓക്കെ, താഴെ മുകളിൽ ഒരേ നമ്പർ വെച്ച് ഗുണിക്കുമ്പോൾ അതിന് വ്യത്യാസമൊന്നും വരുന്നില്ല. മൈനസ് മൈനസ് ഉണ്ട്. ഇനി 1/2 നമ്മൾ താഴെ 6 ആക്കണം. 2നെ 6 ആക്കാൻ വേണ്ടിയിട്ട് 3 വെച്ച് ഗുണിക്കണ്ടേ? അപ്പൊ മുകളിൽ എന്ത് ചെയ്യാം? 3 വെച്ച് ഗുണിക്കാം. അപ്പൊ 3/2 3 6 പ്ലസ് 5/6 അതുപോലെ എഴുതി. ഇപ്പൊ എന്തായി? താഴെയൊക്കെ 6 ആയി. താഴെ ഒരേ നമ്പർ ആണെങ്കിൽ, ഡിനോമിനേറ്ററിൽ ഒരേ നമ്പർ ആണെങ്കിൽ മുകളിലത്തെ ആ എന്താണോ ക്രിയ അത് അതുപോലെ ചെയ്താൽ മതി. ഭിന്നസംഖ്യകളുടെ അഡീഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ നോക്കാം, 4/6 3/6 പോയാൽ എത്ര കിട്ടും? 1/6. അതായത് 4 3 പോയാൽ 1 കിട്ടും. 1നോട് 5 കൂട്ടിയാൽ 6 കിട്ടും. താഴെ എന്താണ്? 6 6 6 ആയതുകൊണ്ട് 6. അപ്പൊ 6/6 സമം 1 ആൻസർ കിട്ടും. എന്താ ചെയ്തേ? ആദ്യം താഴെയുള്ളതിനൊക്കെ ഇതിൽ ഏതാണോ വലുത് അതിലേക്ക് മാറ്റി എന്നിട്ട് മുകളിലുള്ള ക്രിയ ചെയ്യാം. 4 3 പോയാൽ 1, ആ 1നോട് 5 കൂട്ടിയാൽ 6. താഴെ 3 6 ആയതുകൊണ്ട് 6 അതുപോലെ എഴുതി. 6/6 സമം 1 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ 15.9 പ്ലസ് 8.41 മൈനസ് 10.01. ദശാംശ സംഖ്യകളുടെ അഡീഷനും അതിന്റെ കൂടെ ഒരു നമ്പർ സബ്ട്രാക്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. സാധാരണ നോർമൽ മെത്തേഡിൽ തന്നെ ചെയ്യാം. നമുക്ക് 15.9 പ്ലസ് 8.41. ദശാംശ സംഖ്യകളെ ക്രിയ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? പോയിന്റ് ഒക്കെ ഒരേ പൊസിഷനിൽ വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് വേണം ക്രിയ ചെയ്യാൻ വേണ്ടിയിട്ട്. ദശാംശ സംഖ്യകളുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. 8.41 ചെയ്യാം. ആഡ് ചെയ്യാം. 24.31 കിട്ടും. ഈ 24.31 നിന്ന് എത്ര മൈനസ് ചെയ്യാം? 10.01 മൈനസ് ചെയ്യാം. 14.30. അതായത് 14.3 ആയിരിക്കും നമ്മുടെ ആൻസർ. രണ്ട് നമ്പേഴ്സ് കൂട്ടി ആദ്യം പിന്നീട് കുറച്ചു. ദശാംശ സംഖ്യകളുടെ അഡീഷനും സബ്ട്രാക്ഷനും അറിയാമെങ്കിൽ ഇത് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2.5ന്റെ വർഗം എത്ര? 2.5ന്റെ വർഗം എന്ന് പറഞ്ഞാൽ സ്ക്വയർ. 2.5ന്റെ സ്ക്വയർ ആണ് ക്വസ്റ്റ്യൻ. പോയിന്റ് ഇല്ലാന്ന് വിചാരിക്കാം, 25 ആവും. 25ന്റെ സ്ക്വയർ എത്രയാണെന്ന് നമുക്കറിയാം. എത്രയാണ് 25ന്റെ സ്ക്വയർ? 625. 25ന്റെ സ്ക്വയർ എത്രയാണ്? 625. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? 2.5ന്റെ സ്ക്വയർ, അതായത് 2.5 ഇൻറ്റു 2.5. അപ്പൊ 25 ഇൻറ്റു 25 625. 2.5 ഇൻറ്റു 2.5 എന്ന് പറയുമ്പോൾ ഇതിൽ ഒരു ഡെസിമൽ പോയിന്റ് ഉണ്ട്, പൊസിഷൻ ഉണ്ട്, ഇവിടെ ഒരു ദശാംശ സ്ഥാനം ഉണ്ട്. അപ്പൊ 1 2 ദശാംശ സ്ഥാനം വേണം ആൻസറിൽ. അപ്പൊ ആൻസറിൽ 2 ദശാംശ സ്ഥാനം കിട്ടണമെങ്കിൽ 6.25. ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്താലാണ് 2 ദശാംശ സ്ഥാനം കിട്ടുക. തൊട്ട് മുന്നേ 2 വീഡിയോ മുന്നേ നമ്മൾ വർഗ്ഗമൂലവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇതുപോലുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരെ കണ്ടു നോക്കുക. എന്ത് വേണം? ആദ്യം ദശാംശ സ്ഥാനം ഇല്ലാന്ന് വിചാരിച്ചിട്ട് ആൻസർ എഴുതുക, അതിനുശേഷം പോയിന്റ് ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു കച്ചവടക്കാരൻ ഒരു ഡസൻ പെൻസിൽ 48 രൂപയ്ക്ക് വാങ്ങി. ഒരു പെൻസിലിന് 5 രൂപ നിരക്കിൽ വിറ്റാൽ അയാൾക്ക് ലഭിച്ച ലാഭം എത്ര രൂപ? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു കച്ചവടക്കാരൻ ഒരു ഡസൻ പെൻസിൽ 48 രൂപക്ക് വാങ്ങി. അയാൾ അപ്പൊ വാങ്ങിയത് എത്രയാണ്? ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം? 12 എണ്ണം. 12 എണ്ണം 48 രൂപക്ക് വാങ്ങി. ഇനി എന്താ പറയുന്നത്? വിറ്റത് എത്രയാണ്? ഒരു പെൻസിലിന് 5 രൂപ നിരക്കിൽ വിറ്റു. ഒരു പെൻസിൽ 5 രൂപക്ക് വിറ്റു. അപ്പൊ മൊത്തം എത്ര പെൻസിൽ ഉണ്ട്?
12 പെൻസിൽ. അപ്പൊ ഒന്നിന് 5 രൂപയാണെങ്കിൽ 12 എണ്ണത്തിന് എത്ര രൂപയാ? 12 × 5 60 രൂപ. അപ്പൊ 12 എണ്ണം 48 രൂപക്ക് വാങ്ങി, 12 എണ്ണം 60 രൂപക്ക് വിറ്റു. അപ്പൊ എത്ര രൂപ ലാഭം കിട്ടി? 48 വാങ്ങിയിട്ട് 60 വിറ്റു. അപ്പൊ 60 - 48 12 രൂപ അയാൾക്ക് ലാഭം കിട്ടി. ഓക്കെ ആണല്ലോ? 12 എണ്ണം 48 രൂപക്ക് വാങ്ങി, ഒന്നിന് 5 രൂപ എന്ന് പറഞ്ഞാൽ 12 എണ്ണത്തിന് 60 രൂപ. അപ്പൊ എത്ര രൂപ ലാഭം? 60 48 പോയാൽ 12 രൂപ ലാഭം. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ല, ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വീഡിയോ എടുത്തിട്ട് കണ്ടു നോക്കിയാൽ മതി. അടുത്ത ചോദ്യം, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന 5 ആളുകളുടെ പ്രായം 25, 27, 33, 41, 54 ആയാൽ അവരുടെ ശരാശരി പ്രായം എത്ര? ശരാശരിയുടെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 5 പ്രായങ്ങൾ തന്നിട്ടുണ്ട്, അതിന്റെ ശരാശരി പ്രായം കാണണം. നമ്മൾ എങ്ങനെയാണ് ശരാശരി കാണുന്നത്? ആകെ ഡിവൈഡഡ് ബൈ എണ്ണം. ഇവിടെ ഓരോ പ്രായം തന്നിട്ടുണ്ട്, അതിന്റെ ടോട്ടൽ ആകെ കാണുക, അത് ഡിവൈഡഡ് ബൈ എണ്ണം കണ്ടാൽ ശരാശരി. അപ്പോൾ 25 + 27 + 33 + 41 + 54 ഡിവൈഡഡ് ബൈ എണ്ണം. എത്ര പേരുണ്ട്? 5 ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് 5. ഇത് ചെയ്താൽ നമ്മുടെ ആൻസർ ആയി. നിങ്ങൾ എക്സാമിൽ എഴുതുമ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എഴുതാനൊന്നും നിൽക്കണ്ട. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവില്ല, അതൊക്കെ അവിടെ നിന്ന് തന്നെ ആഡ് ചെയ്തിട്ട് ഡയറക്റ്റ് ആൻസർ മാർക്ക് ചെയ്താൽ മതി. ഇനി ഒരു സ്റ്റെപ്പ് എഴുതുന്ന ആ സമയം ഉണ്ടെങ്കിൽ നമുക്കത് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യന് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ആഡ് ചെയ്യാം. 7 × 5 12, 12 × 3 15, 16, 16 × 4 20, 20-ന് 0, ബാക്കി 2, 2 4 6, 6 4 10, 10 3 13, 13 5 18. അപ്പൊ 180/5 ആണ് ആൻസർ. 18-ൽ 5 3 പ്രാവശ്യം, 3 5 15, ബാക്കി 3, 30-ൽ 5 6 പ്രാവശ്യം. അപ്പൊ ആൻസർ എത്ര കിട്ടും? 36 എന്ന് കിട്ടും. ആഡ് ചെയ്യുന്നൊന്നും സൈഡിൽ എഴുതി കൂട്ടാണെന്ന് നിൽക്കണ്ട, 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് എല്ലാം. അപ്പൊ ഈസി ആയിട്ട് ഇവിടുന്ന് തന്നെ ആഡ് ചെയ്തിട്ട് എഴുതാം. ആൻസർ എത്ര കിട്ടും? 36. ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം 150 മീറ്റർ. ഒരു സെക്കൻഡിൽ 5 മീറ്റർ വേഗത്തിൽ ഓടുന്ന ഒരു മോട്ടോർ ബൈക്കിൽ യാത്ര ചെയ്താൽ എയിൽ നിന്ന് ബിയിലേക്ക് എത്തിച്ചേരാൻ എടുക്കുന്ന സമയം എന്താണ്? എ ബി ഉണ്ട്. എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം 150 മീറ്റർ ആണ്. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? ഒരു സെക്കൻഡിൽ 5 മീറ്റർ, 5 മീറ്റർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 5 മീറ്റർ വേഗത്തിൽ ഓടുന്ന മോട്ടോർ ബൈക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ യാത്ര ചെയ്താൽ ഇവിടുന്ന് ഇവിടത്തേക്ക് എത്താൻ എത്ര സമയം എടുക്കും? അപ്പോൾ ഒരു സെക്കൻഡിൽ 5 മീറ്റർ പോകും. നമുക്ക് മൊത്തം എത്ര വേണം? 150 മീറ്റർ പോകണം. ഒരു സെക്കൻഡിൽ നമ്മൾ 5 മീറ്റർ യാത്ര ചെയ്യും. അടുത്തൊരു സെക്കൻഡിൽ അടുത്ത 5 മീറ്റർ, അങ്ങനെ അങ്ങനെ പോയി 150 മീറ്റർ എത്തണമെങ്കിൽ എത്ര സെക്കൻഡ് വേണമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ 150 മീറ്ററിൽ എത്ര 5 ഉണ്ട് നോക്കിയാൽ പോരെ? എത്ര 5 മീറ്ററുകൾ ഉണ്ട് നോക്കിയാൽ പോരെ? ഓരോ 5 മീറ്ററിനും ഓരോ സെക്കൻഡ്. അപ്പൊ 150-ൽ എത്ര 5 മീറ്ററുകൾ ഉണ്ട്? 15-ൽ 3 30. അപ്പൊ 30 5 മീറ്ററുകൾ ഉണ്ട്. അപ്പൊ ഒരു 5 മീറ്ററിന് 1 സെക്കൻഡ്. അപ്പൊ 30 5 മീറ്ററിന് 30 സെക്കൻഡ് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ? ഒരു സെക്കൻഡിൽ 5 മീറ്റർ. അപ്പൊ 150/5 ചെയ്താൽ നമുക്ക് 30 കിട്ടും. അപ്പൊ 30 എണ്ണത്തിന് എത്ര സെക്കൻഡ് വേണം? 30 സെക്കൻഡ് വേണം. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി. 30 മിനിറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്, മാറി പോകാൻ പാടില്ല. 30 സെക്കൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 18 + 4 × 3 - 10 ഡിവൈഡഡ് ബൈ 5. അപ്പൊ അഡീഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്. അപ്പൊ എല്ലാം കൂടെ വരുമ്പോൾ നമ്മൾ ഏത് റൂൾ യൂസ് ചെയ്യും? ബോർഡ് മാസ് റൂൾ യൂസ് ചെയ്യും. ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഡിവിഷന്റെ പാർട്ട് ആദ്യം ചെയ്യണം. ബോർഡ് മാസ് ഡിവിഷൻ നമ്മൾ ഫസ്റ്റ് ചെയ്യും. അപ്പൊ 10/5 എത്ര കിട്ടും? 2 കിട്ടിയല്ലോ. ഇനി മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 4 × 3. അപ്പൊ മൈനസ് ഉണ്ട് ഇവിടെ, അപ്പൊ മൈനസ് അതുപോലെ എഴുതി. 4 × 3 12 + 18. ഇത്ര വരെ ആക്കി. അതായത് 4 × 3-ന് 12 എന്ന് എഴുതി, 10 ഡിവൈഡഡ് ബൈ 5-ന് 2 എന്ന് എഴുതി. പിന്നെ എന്ത് ചെയ്യണം? അഡീഷനും സബ്ട്രാക്ഷനും. 18ഉം 12ഉം എത്രയാണ്? 30. 30-ന്ന് 2 പോയാൽ 28 എന്ന് ആൻസർ കിട്ടും. ബോർഡ് മാസിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതേ ഓർഡറിൽ
നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടൊക്കെ പോയാലും നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. അല്ലാതെ ഫസ്റ്റ് കൂട്ടി പിന്നെ ഗുണിച്ച് പിന്നെ കുറച്ച് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ റൂള് തന്നെ ഫോളോ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ 1, 2, 4, 7, 11 എക്സെട്ര ഇങ്ങനെ തുടർന്നാൽ അടുത്ത സംഖ്യ ഏത്? ശ്രേണിയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. 1, 2, 4, 7, 11 ഡാഷ്. എങ്ങനെയാണ്? 1 2 ആവണമെങ്കിൽ 1 കൂട്ടി, 2 4 ആവണമെങ്കിൽ 2 കൂട്ടി, 4 7 ആവാൻ 3, 7 11 ആവാൻ 4. അപ്പോൾ 1 കൂട്ടി 2 കൂട്ടി 3 കൂട്ടി 4 കൂട്ടി അങ്ങനെ ഓരോ നമ്പേഴ്സ് കൂട്ടി കൂട്ടിയിട്ടാണ് വരുന്നത്. അപ്പൊ ഇനി എത്ര കൂട്ടണം? 1 2 3 4 ഇനി 5 കൂട്ടണം. അപ്പൊ 11നോട് 5 കൂട്ടിയാൽ എത്രയാണ്? 16 എന്നായിരിക്കും ആൻസർ കിട്ടുക. രണ്ടും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അടുത്ത ചോദ്യം 2 = 5, 3 = 6, 4 = 7 ആയാൽ 5 = എത്ര? വളരെ എളുപ്പമാണ്. 2 5 ആവണമെങ്കിൽ എത്ര കൂട്ടി? 3 കൂട്ടി, 3 6 ആവാൻ 3 കൂട്ടി, 4 7 ആവാൻ 3 കൂട്ടി. അപ്പൊ 5 സമം എന്ന് പറയുമ്പോൾ അതിനോട് 3 കൂട്ടിയതായിരിക്കും ആൻസർ. എത്രയാണ്? 5നോട് 3 കൂട്ടിയാൽ 8. അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ മതി. 2 3 4 5 ഓർഡറിലാണ്. 5 6 7 അടുത്ത നമ്പർ എത്രയാണ്? 8. അപ്പോൾ എന്താണെന്ന് നോക്കിയിട്ട് ആണ് ആൻസർ എഴുതി. ഇത് തമ്മിലുള്ള ബന്ധം നോക്കിയിട്ട് ആൻസർ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെ വരുമെന്ന് ചെക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നവയിൽ അഭാജ്യ സംഖ്യ ഏത്? 1 2 6 9 ഇതിൽ അഭാജ്യ സംഖ്യ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. പ്രൈം നമ്പറും കോമ്പോസിറ്റ് നമ്പേഴ്സും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 1 ഭാജ്യമോ അഭാജ്യമോ അല്ലാന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ 2 ആണ് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ തന്നിരിക്കുന്നവയിൽ അഭാജ്യ സംഖ്യ ഏതാണ്? 2 ആണ്. 6 9 ഒന്നും അഭാജ്യ സംഖ്യകളല്ലല്ലോ. 6നെ നമുക്ക് 2 × 3 എന്ന് എഴുതാം, 3 × 3 എന്ന് എഴുതാം 9നെ. അപ്പൊ ഇങ്ങനെ എഴുതാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റാത്ത സംഖ്യകളെയാണ് നമ്മൾ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്, അല്ലെ? വിഭജിക്കാൻ പറ്റാത്ത സംഖ്യകൾ. 2നെ നമുക്ക് 1 × 2 എന്നല്ലാതെ മറ്റൊരു രീതിയിലും എഴുതാൻ പറ്റില്ല, ഗുണിച്ച് എഴുതാൻ പറ്റില്ല. അപ്പൊ അഭാജ്യ സംഖ്യ ഏതാണ്? 2. അടുത്ത ചോദ്യം തന്നിരിക്കുന്ന സംഖ്യകൾ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ 7/10ന്റെ സ്ഥാനം എത്രാമത്? 4 ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ട്. ഇത് ആരോഹണ ക്രമത്തിൽ എഴുതണം. ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതിയാല് 7/10 എത്രാമതായിട്ട് വരുന്നതാണ് ക്വസ്റ്റ്യൻ. ഭിന്നസംഖ്യകൾ എങ്ങനെയാണ് ആരോഹണ ക്രമത്തിലും അവരോഹണ ക്രമത്തിലൊക്കെ എഴുതുന്നതെന്നുള്ള വീഡിയോ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. ആദ്യം നോക്കാം. 1/2 3/4 അരയും മുക്കാലും. അതിലേതാണ് ചെറുത് നോക്കേണ്ട ആവശ്യമുണ്ടോ? അര ചെറുതാണ്, 3/4 ആണ് അതിനേക്കാളും വലുത്. അത് രണ്ടും ആദ്യം എഴുതി. ഇനി ഓരോന്നുമായിട്ട് ചെക്ക് ചെയ്യാം. ഇപ്പൊ വലുത് 3/4 അല്ലേ? അതും ഇതും ചെക്ക് ചെയ്യാം. 2/5 അതിലേതാണെന്ന് വലുതെന്ന് നോക്കാം. 3/4 2/5 എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ക്രോസ് ആയിട്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 3 × 5 15 ആണ്, 2 × 4 8 ആണ്. അപ്പൊ ഇതിൽ ഏതാ വലുത്? 15 8 ആയാലും 15 ആണ് വരുന്നത്. അപ്പൊ 15ന് നേരെയുള്ളത് 3/4 ഇതാണ് വലുത്. അപ്പൊ 2/5 ഇതിനേക്കാളും ചെറുതാണ്, അതുകൊണ്ട് ഇവിടെ എഴുതി. ഇനി എന്ത് ചെയ്യാം? ഇപ്പോൾ ഉള്ളത് 3/4 ആണ് ഏറ്റവും വലുത്. 7/10 ഉണ്ട്. 3/4 7/10 കൂടെ ചെക്ക് ചെയ്താല് 3 × 10 30, 7 × 4 28. അപ്പൊ 30 28 ആയാല് 30 ആണ് വലുത്, 3/4 ആണ് വലുത്. അപ്പൊ 7/10 അതിനേക്കാളും ചെറുതാണ്. അപ്പൊ 7/10 അത് കഴിഞ്ഞിട്ടാണ് 3/4. ഇനി ഇത് രണ്ടും കൂടെ നോക്കിയാൽ 2 × 10 20, 7 × 5 35. അപ്പൊ 7/10 തന്നെയാണ് വലുതായിട്ട് കിട്ടുന്നത്. 35 20 ആയാലും 35 അല്ലേ വലുത്. അപ്പം 7/10 തന്നെയാണ്. അപ്പൊ ഇതിന്റെ ഓർഡർ മാറ്റണ്ട. അപ്പൊ ഇതാണ് ആരോഹണ ക്രമത്തിൽ എഴുതിയാലുള്ള ഓർഡർ. അപ്പൊ 7/10ന്റെ സ്ഥാനം എത്രാമതാ? 3-മതെന്ന് ആൻസർ കിട്ടും. ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതിനുള്ള വീഡിയോ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. അത് നോക്കുക. കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് കുറെ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2 തുല്യമായത് ഏത്? 2 1/5 എന്ന് പറയുന്നത് ഒരു മിശ്ര ഭിന്നാണ്. അതിന് തുല്യമായ ഭിന്നസംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കണം. മിശ്ര ഭിന്നത്തെ ഭിന്നസംഖ്യ എങ്ങനെയാണെന്ന് നമുക്കറിയാം. എങ്ങനെയാ? താഴെയുള്ള നമ്പറിനെ സൈഡിലുള്ള നമ്പർ കൊണ്ട് ഗുണിക്കുക, അതിനോട് മുകളിലുള്ളത് ആഡ് ചെയ്യുക. 2 × 5 10, 10നോട് മുകളിലുള്ളത് കൂട്ടിയാൽ 11 ഡിവൈഡഡ് ബൈ താഴെയുള്ളത് എന്താണോ അത് അതുപോലെ എഴുതുക. 11/5 ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. എല്ലാ ക്വസ്റ്റ്യനും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു 2-3 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
ഒരു വർഷം മുമ്പ് അമ്മയുടെ പ്രായം മകന്റെ പ്രായത്തിന്റെ 6 മടങ്ങാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ തന്നെ ചുമ്മാ ജസ്റ്റ് വായിച്ചു പോകാതെ ആ പറയുന്ന കാര്യം എന്താണെന്ന് ജസ്റ്റ് മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. എന്താണ് പറയുന്നത്? ഒരു വർഷം മുമ്പ് അമ്മയുടെ പ്രായം മകന്റെ പ്രായത്തിന്റെ 6 മടങ്ങാണ്. ഒരു വർഷം മുമ്പുള്ള റിലേഷൻ ആണ് പറയുന്നത്. അമ്മയ്ക്ക് ഇപ്പോൾ 31 വയസ്സ് പ്രായമുണ്ടെങ്കിൽ മകന്റെ ഇപ്പോഴത്തെ പ്രായം എത്ര? പറയുന്ന വയസ്സ് എപ്പോഴത്തെയാണ്? ഇപ്പോഴുള്ള വയസ്സാണ്. പക്ഷെ റിലേഷൻ പറഞ്ഞത് ഒരു വർഷം മുന്നേ ഉള്ള വയസ്സിൻ്റെതാണ്. അപ്പൊ നോക്കാം, ഒരു വർഷം മുമ്പേ അമ്മക്ക് ഇപ്പോഴും 31 വയസ്സ്. അപ്പൊ ഒരു വർഷം മുമ്പേ അമ്മക്ക് എത്ര വയസ്സായിരിക്കും? 30 വയസ്സായിരിക്കുമല്ലോ. ഇപ്പൊ 31 വയസ്സാണെങ്കിൽ ഒരു വർഷം മുമ്പേ അമ്മക്ക് 30 വയസ്സ്. ഒരു വർഷം മുമ്പ് അമ്മയുടെ പ്രായം മകന്റെ പ്രായത്തിന്റെ 6 മടങ്ങാണ്. അപ്പൊ മകന്റെ പ്രായത്തിന്റെ 6 മടങ്ങാണ് അമ്മയുടെ പ്രായം. ഒരു വർഷം മുമ്പ് എത്ര? 30. ഓക്കെ ആണല്ലോ. മകന് എത്രയോ പ്രായമുണ്ട്, അതിന്റെ 6 മടങ്ങാണ് അമ്മയുടെ പ്രായം. ഒരു വർഷം മുമ്പ് അമ്മയുടെ പ്രായം 30. അപ്പൊ ഏതിന്റെ 6 മടങ്ങാണ് 30? ഡാഷ് ഇൻറ്റു 6 സമം 30. അപ്പൊ ഡാഷ് 5 ഇൻറ്റു 6 മാത്രമാണ് 30. അപ്പൊ മകന്റെ കഴിഞ്ഞ വർഷത്തെ പ്രായം നമുക്ക് എത്ര കിട്ടി? 5. കഴിഞ്ഞ വർഷത്തെ അല്ലേ പറയുന്നത്? ചോദിച്ചിരിക്കുന്നത് എന്താ? മകന്റെ ഇപ്പോഴത്തെ പ്രായം. കഴിഞ്ഞ വർഷം 5 വയസ്സാണെങ്കിൽ ഇപ്പോൾ എത്ര വയസ്സ്? 6 വയസ്സ്. 5 എന്ന് എഴുതാൻ പാടില്ല, 6 എന്നാണ് ആൻസർ. കഴിഞ്ഞ വർഷത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിനോട് 1 കൂട്ടിയിട്ട് ഈ വർഷത്തെ എഴുതും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരാൾ നിന്ന സ്ഥലത്ത് നിന്നും നേർരേഖയിൽ 8 മീറ്റർ മുൻപോട്ട് നടക്കുന്നു. അവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് നേർരേഖയിൽ 6 മീറ്റർ നടക്കുന്നു. ഇപ്പോൾ അയാൾ നിൽക്കുന്ന സ്ഥലവും ആദ്യം നിന്ന സ്ഥലവും തമ്മിൽ എത്ര മീറ്റർ അകലമുണ്ട്? ക്വസ്റ്റ്യൻ കാണാൻ വലുതാണെങ്കിലും സംഭവം വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഒരു ലൈൻ വായിക്കുമ്പോൾ തന്നെ ഇത് ഡയറക്ഷൻ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാവും അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? നിങ്ങൾ വായിക്കുന്നതിന്റെ കൂടെ തന്നെ ജസ്റ്റ് വരച്ചുകൊണ്ട് പോയാൽ മതി. ഫുൾ ഒന്ന് വായിച്ചു നോക്കി പിന്നെ വീണ്ടും വരക്കാൻ നിൽക്കണ്ട. എക്സാമിന് ചെയ്യുമ്പോൾ ഒരു ലൈൻ വായിക്കുക, അത് വരക്കുക, അങ്ങനെ വരച്ച് വരച്ച് പോയാൽ മതി. ഒരാൾ നിന്ന സ്ഥലത്ത് നിന്നും നേർരേഖയിൽ 8 മീറ്റർ മുൻപോട്ട് നടക്കുന്നു. ഇതാണ് നിന്ന സ്ഥലം എന്ന് വിചാരിച്ചോ. നേർരേഖയിൽ 8 മീറ്റർ മുൻപോട്ട് നടന്നു. അവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് നേർരേഖയിൽ 6 മീറ്റർ നടക്കുന്നു. നമ്മൾ ഈ ഒരു ഡയറക്ഷനിൽ പോകുന്നുണ്ടെന്ന് വിചാരിച്ചോ. അപ്പൊ ഇടതുവശം എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാ? ഇതല്ലേ ലെഫ്റ്റ് സൈഡ്. അപ്പൊ ഇടത്തോട്ട് തിരിഞ്ഞു എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് തിരിയണം, താഴേക്ക് ആവാൻ പാടില്ല. നമ്മൾ ആ ലൈനിലൂടെ പോകുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. നമ്മൾ നേർരേഖയിൽ ഇങ്ങനെ പോകുമ്പോൾ ഇടതുവശം എന്ന് പറയുമ്പോൾ ഈ സൈഡിലേക്കാണ് വരിക. എത്ര മീറ്റർ പോയി? 6 മീറ്റർ. 6 മീറ്റർ ഇടതുവശത്തേക്ക് നടക്കുന്നു. ഇപ്പോൾ അയാൾ നിൽക്കുന്ന സ്ഥലം ഇതാണ്. ആദ്യം നിന്ന സ്ഥലം ഇതാണ്. തമ്മിൽ എത്ര മീറ്റർ അകലമുണ്ട്? അപ്പോൾ ഈ അകലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. ഇങ്ങനെ വരച്ചു, ഇത് വരച്ചു, ഈ അകലം കണ്ടുപിടിക്കണം. അപ്പൊ ഇതെന്തായിട്ടുണ്ട്? ഒരു മട്ടത്രികോണം ആയിട്ടുണ്ട് അല്ലെ? പൈതഗോറസ് സിദ്ധാന്തം നമുക്കറിയാം. കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അപ്പൊ ഇതിന്റെ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? കർണം സമം റൂട്ട് ഓഫ് പാദം സ്ക്വയർ 8ന്റെ സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ 6ന്റെ സ്ക്വയർ. റൂട്ട് ഓഫ് 8ന്റെ സ്ക്വയർ 64 പ്ലസ് 6ന്റെ സ്ക്വയർ 36. 64ഉം 36ഉം കൂട്ടിയാൽ എത്രയാണ്? 100 കിട്ടും. റൂട്ട് 100 സമം 10. റൂട്ട് 100 എത്രയാണ്? 10 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ഇത് എത്രയായിരിക്കും? 10 മീറ്റർ ആയിരിക്കും. ഡയറക്ഷൻ ടെസ്റ്റിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും അടങ്ങിയിട്ടുള്ളത്. അപ്പൊ അതെടുത്തിട്ട് കാണാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കൃഷിക്കാരന്റെ കയ്യിൽ നിന്ന് 50 കായുള്ള ഒരു നേന്ത്രക്കുല 500 രൂപയ്ക്ക് കച്ചവടക്കാരൻ വാങ്ങി. അയാൾ ഒരു പഴത്തിന് 12 രൂപ നിരക്കിൽ വിറ്റാൽ കൃഷിക്കാരന് വിലയിലുണ്ടായ നഷ്ടം എത്ര രൂപ? ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ മുന്നേ ചെയ്തു അല്ലെ? അപ്പോ ലാഭവും നഷ്ടവും എന്നുള്ള പാർട്ടിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ആ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. ലാഭ ശതമാനവും നഷ്ട ശതമാനവും ഒന്നും അല്ല, ജസ്റ്റ് എത്ര രൂപ ലാഭം എത്ര രൂപ നഷ്ടം എന്ന് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. കൃഷിക്കാരന്റെ കയ്യിൽ നിന്ന് 50 കായുള്ള ഒരു നേന്ത്രക്കുല 500 രൂപയ്ക്ക് കച്ചവടക്കാരൻ വാങ്ങി. 50 കായ ഉണ്ടായി, എത്ര രൂപക്ക് വാങ്ങി? 500 രൂപക്കാണ് കച്ചവടക്കാരൻ വാങ്ങിയത്. അയാൾ ഒരു പഴത്തിന് 12 രൂപ നിരക്കിൽ വിറ്റു. ഒരു പഴത്തിന് 12 രൂപ. അപ്പൊ 50 പഴത്തിനാണ് 500 രൂപ കൊടുത്തിട്ട് വാങ്ങിയത്. അപ്പൊ ഒരു പഴത്തിന് 12 രൂപയാണെങ്കിൽ 50 പഴത്തിന് എത്ര രൂപ കിട്ടും അയാൾക്ക്? ഒരു പഴത്തിന് 12. അപ്പൊ 50 പഴത്തിന് എത്ര രൂപ കിട്ടും? 12 ഇൻറ്റു 50. 12 ഇൻറ്റു 5 60 ആണ്. 50 എന്ന് പറയുമ്പോൾ ഒരു 0. അപ്പോ 50 പഴത്തിന് 500 രൂപ കൊടുത്തിട്ട് വാങ്ങി. 50 പഴം 600 രൂപയ്ക്ക് വിറ്റു. അപ്പൊ എത്ര രൂപ നഷ്ടം വന്നു? 500 രൂപ കൊടുത്ത് വാങ്ങി, 600 രൂപക്കാണ് കച്ചവടക്കാരൻ വിറ്റത്. അപ്പോൾ കൃഷിക്കാരന് എത്ര രൂപയാണ് നഷ്ടം വന്നത്? 100 രൂപയുടെ നഷ്ടം വന്നു. കൃഷിക്കാരന്
ഉണ്ടായ നഷ്ടമാണ് ചോദിക്കുന്നത്. ഇയാൾക്ക് ലാഭമാണ് ഉണ്ടാവുക. കച്ചവടക്കാരന് എന്തായിരിക്കും? ലാഭമായിരിക്കും. കൃഷിക്കാരന്റെ നഷ്ടം എത്ര രൂപയാണ്? 100 രൂപ. അയാളുടെ 500 രൂപക്ക് വാങ്ങിയിട്ട് 600 രൂപക്ക് ഇയാൾ വിറ്റു. അപ്പം 100 രൂപ കൃഷിക്കാരന് നഷ്ടം വന്നു. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ 2017 LGS എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്തത്. ഫുൾ 20 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്തി വീഡിയോ ആണ്. 2 പാർട്ടായിട്ട് ചെയ്യേണ്ട സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം തന്നെ. അതുകൊണ്ടാണ് എല്ലാം ഒരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇതിന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ബാക്കി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിക്കുക. അതുപോലെ തന്നെ അതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ മാത്സിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ടഫ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് പറയാം, അത് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബാക്കി ടോപ്പിക് വൈസ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്സ് എടുത്തിട്ട് അത് കാണുക, അതിന്റെ ബാക്കി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുക. GK ക്ലാസ്സസ് നിങ്ങൾക്ക് മൈൽസ്റ്റോൺ PSC GK എന്ന ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.